ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് KTU ബിടെക് കെമിസ്ട്രി 2024 സ്കീം ചാപ്റ്റർ 1ന്റെ സപ്ലി എക്സാമിന് വേണ്ടിയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ആണ്. ഫസ്റ്റ് ഈസ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇലക്ട്രോഡിന്റെ ഒരു ഇലക്ട്രോണിനെ ലോസ് ചെയ്യാനോ ഗെയിൻ ചെയ്യാനോ ഉള്ള ടെൻഡൻസിയാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഒരു മെറ്റൽ ഇലക്ട്രോഡ് ഇലക്ട്രോലൈറ്റ് സൊല്യൂഷനുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ രണ്ട് ചാൻസസ് ആണുള്ളത്. മെറ്റൽ ഇലക്ട്രോഡ് ഇലക്ട്രോലൈറ്റിൽ ഡിപ്പ് ചെയ്ത് വെക്കുന്നു. ഒന്നുകിൽ ആ ഇലക്ട്രോഡിൽ നിന്ന് ഇലക്ട്രോൺസ് ഇലക്ട്രോലൈറ്റിലേക്ക് പോവാം. അപ്പോൾ ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു അല്ലേ, അതുകൊണ്ട് അതിനൊരു പോസിറ്റീവ് ചാർജ് കിട്ടും, ഇലക്ട്രോലൈറ്റിന് നെഗറ്റീവ് ചാർജ് കിട്ടും. ഈ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജുകൾ അട്രാക്ട് ചെയ്തിരിക്കും. അല്ലെങ്കിൽ നേരെ തിരിച്ച് നമ്മുടെ ഇലക്ട്രോലൈറ്റിൽ നിന്ന് ഇലക്ട്രോഡിന് ഇലക്ട്രോൺസിനെ കിട്ടും. സോ ഇലക്ട്രോഡിന് നെഗറ്റീവ് ചാർജ് കിട്ടും, ഇലക്ട്രോലൈറ്റിന് പോസിറ്റീവ് ചാർജ് കിട്ടും. ഈ പോസിറ്റീവ് ചാർജിനെ അട്രാക്ട് ചെയ്ത് ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവും. അങ്ങനെ ഒരു ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഡെവലപ്പ് ചെയ്യും. ഇതാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഒരു ഇലക്ട്രോൺ ലോസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു പൊട്ടൻഷ്യലാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ, അത് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ആവാം, റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആവാം. ഇലക്ട്രോൺ കൊടുക്കുകയാണെങ്കിൽ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ആയിരിക്കും, ഇലക്ട്രോൺ വാങ്ങുകയാണെങ്കിൽ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആയിരിക്കും. അടുത്തത് നെർൻസ്റ്റ് ഇക്വേഷൻ. നെർൻസ്റ്റ് ഇക്വേഷന്റെ ഡെറിവേഷൻ ഒന്നും വേണ്ട. ഇത് പറയുന്നത് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ് സൊല്യൂഷനും തമ്മിലുള്ള ഒരു റിലേഷൻ ആണ് നെർൻസ്റ്റ് ഇക്വേഷൻ പറയുന്നത്. അതിനുവേണ്ടി നമ്മളൊരു ജനറൽ ഇക്വേഷൻ കൺസിഡർ ചെയ്യുകയാണ്. Mn പ്ലസ് n ഇലക്ട്രോൺ ഗീവ്സ് m. ഇപ്പൊ നമ്മൾ സിങ്ക് ഒക്കെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സിങ്ക് 2 പ്ലസ് 2 ഇലക്ട്രോൺ ഗീവ്സ് സിങ്ക് എന്നുള്ള ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, അതുപോലെ പ്ലസ് 2 ഇലക്ട്രോൺ ഗീവ്സ് സിങ്ക്. അപ്പോൾ ഈ ഒരു റിയാക്ഷനിൽ നമുക്ക് നെർൻസ്റ്റ് ഇക്വേഷൻ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്താൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ E ഈസ് ഈക്വൽ ടു E0 മൈനസ് 2.303 RT/NF ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് മെറ്റൽ ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് Mn പ്ലസ് ആയിരിക്കും. ഇവിടെ കോൺസെൻട്രേഷൻ ഓഫ് M എന്ന് പറയുന്ന യൂണിറ്റ് ആണ്. 1 ആയിട്ട് എടുത്താൽ E ഈസ് ഈക്വൽ ടു E0 മൈനസ് 2.303 RT/NF ലോഗ് 1/Mn പ്ലസ് എന്നായിരിക്കും. ഒരു ജനറൽ ഇക്വേഷൻ ഇങ്ങനെയാണെങ്കിൽ അതിന്റെ നെർൻസ്റ്റ് ഇക്വേഷൻ നമുക്ക് ഈ രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. ഇതിൽ R എന്ന് പറയുന്നത് ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. E0 സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആണ്. T ടെമ്പറേച്ചർ ആണ്. F ഫാരഡേ ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. ഈ വാല്യൂ എല്ലാം കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് നെർൻസ്റ്റ് ഇക്വേഷൻ ഇങ്ങനെ റീറൈറ്റ് ചെയ്യാം. E ഈസ് ഈക്വൽ ടു E0 മൈനസ് 0.0591 ഡിവൈഡഡ് ബൈ n ലോഗ് 1/Mn പ്ലസ് അറ്റ് 25 ഡിഗ്രി സെൽഷ്യസ്. ഇതാണ് നെർൻസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. E ഈസ് ഈക്വൽ ടു E0 മൈനസ് 2.303 RT/NF ലോഗ് 1/Mn പ്ലസ്, അല്ലെങ്കിൽ ഈ വാല്യൂസ് ഒക്കെ ഇട്ട് കഴിയുമ്പോൾ E ഈസ് ഈക്വൽ ടു E0 മൈനസ് 0.0591 ഡിവൈഡഡ് ബൈ n ലോഗ് 1 കോൺസെൻട്രേഷൻ ഓഫ് Mn പ്ലസ്. ചതുരത്തിലുള്ള ഈ ഒരു സ്ക്വയർ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് കോൺസെൻട്രേഷൻ ആണ്. അപ്പോൾ ഇതാണ് നെർൻസ്റ്റ് ഇക്വേഷൻ. നെർൻസ്റ്റ് ഇക്വേഷൻ ചോദിച്ചാൽ നമ്മൾ ഈ ഒരു ഇക്വേഷൻ എഴുതിയാൽ മതി. ഒരു ജനറൽ റെപ്രസെന്റേഷൻ, ഒരു റിയാക്ഷന്റെ റെപ്രസെന്റേഷൻ കൂടി എഴുതുക, ഈ ഇക്വേഷൻ എഴുതുക, ഇതിൽ ഓരോന്നും എന്താണെന്ന് കൂടി എഴുതുക. ഇതാണ് നെർൻസ്റ്റ് ഇക്വേഷൻ. ഇനി അല്ലാത്തൊരു റിയാക്ഷൻ, നമ്മളിപ്പോൾ കണ്ടതൊരു ഹാഫ് സെൽ റിയാക്ഷൻ്റെ ആയിരുന്നു. ഇതുപോലെ ഫുൾ റിയാക്ഷൻ തന്നാൽ അതിൻ്റെ നെർൻസ്റ്റ് ഇക്വേഷൻ എഴുതുന്നത് E0 സെൽ മൈനസ് 0.0591 ഡിവൈഡഡ് ബൈ n ലോഗ് ദെൻ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്ട്സ് ആണ്. കോൺസെൻട്രേഷൻ ഓഫ് C റേസ് ടു സ്മോൾ c, കോൺസെൻട്രേഷൻ ഓഫ് D റേസ് ടു സ്മോൾ d ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് A റേസ് ടു A ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് B റേസ് ടു B. അതായത് ഇത്രയും കഴിഞ്ഞിട്ട് കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്ട്സ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് ആയിരിക്കും നെർൻസ്റ്റ് ഇക്വേഷൻ. ഏത് ഇക്വേഷൻ കിട്ടിയാലും നമുക്ക് ഈ രീതിയിൽ നെർൻസ്റ്റ് ഇക്വേഷൻ എഴുതാൻ പറ്റും. അപ്പോൾ അത് എഴുതാനൊന്ന് അറിഞ്ഞിരിക്കുക. അടുത്തത് ഇലക്ട്രോകെമിക്കൽ സീരീസ്. ഇലക്ട്രോകെമിക്കൽ സീരീസ് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണെന്നും അതിൻ്റെ ആപ്ലിക്കേഷൻസും വളരെ എളുപ്പമാണ്. ഇലക്ട്രോകെമിക്കൽ സീരീസ് എന്ന് പറയുന്നത് ഒരു ലിസ്റ്റ് ഓഫ് എലമെന്റ്സ് അല്ലെങ്കിൽ വേരിയസ് മെറ്റൽ ഇലക്ട്രോഡ്സിനെ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദെയർ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യലിൽ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഇലക്ട്രോകെമിക്കൽ സീരീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്താ നമ്മൾ ഓൾറെഡി കണ്ടു. അപ്പോൾ ഈ ഒരു ഇലക്ട്രോഡ്സിന്റെ എല്ലാം ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിന്റെ ഇൻക്രീസിംഗ് ഓർഡറിൽ നമ്മൾ മെറ്റൽസിനെ അറേഞ്ച് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് ഇലക്ട്രോകെമിക്കൽ സീരീസ്. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യം വരുന്നത് പൊട്ടാസ്യം, സോഡിയം, കാൽഷ്യം, മഗ്നീഷ്യം, ഇങ്ങനെയാണ്. ഏറ്റവും ലാസ്റ്റ് ഗോൾഡ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഇത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതെല്ലാം മെറ്റൽസ് ആണ്. ഇതിനിടയ്ക്ക് ഹൈഡ്രജൻ മാത്രമാണ് നോൺ മെറ്റൽ ആയിട്ടുള്ളത്. ഇതൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ ഇവിടെ റെഫറൻസ് ആയിട്ട് എടുത്തിരിക്കുന്നതാണ്. ഇപ്പോൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഈ മെറ്റൽസിന്റെ ഒക്കെ നെഗറ്റീവ് വാല്യൂ ആണ്. ഇപ്പം ഇത് -2 ആണെങ്കിൽ ഇത് -1 ആയിരിക്കും. അതായത് ഇത് ഇൻക്രീസ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. ഹൈഡ്രജൻ വരുമ്പോൾ 0 ആവും. ദെൻ ഇതിന്റെ വാല്യൂ 1 2 3, ഇത് ഒറിജിനൽ വാല്യൂ അല്ല. ഇങ്ങനെയാണെങ്കിൽ ഇത് ഇൻക്രീസ് ചെയ്താണ് പോകുന്നത്, വാല്യൂ കൂടുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഇലക്ട്രോകെമിക്കൽ സീരീസ്. ഈ വാല്യൂ കൂടി കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ റിഡക്ഷൻ പൊട്ടൻഷ്യലിന്റെ ഇൻക്രീസിംഗ് ഓർഡറിൽ മെറ്റൽസിനെ അല്ലെങ്കിൽ എലമെന്റ്സിനെ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് ഇലക്ട്രോകെമിക്കൽ സീരീസ് അല്ലെങ്കിൽ റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇലക്ട്രോകെമിക്കൽ സീരീസ് കൊണ്ട് നമുക്ക് കുറച്ച് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഫസ്റ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് മെറ്റൽസിന്റെ റിയാക്ടിവിറ്റി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്.
അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞു നെഗറ്റീവ് വാല്യൂ ആണ് ഈ ലെഡ് വരെയുള്ള മെറ്റൽസിനുള്ളത്. ഈ നെഗറ്റീവ് വാല്യൂ ഓഫ് സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ള ഈ ഇലക്ട്രോഡുകളെല്ലാം ഓക്സിഡേഷനുള്ള ടെൻഡൻസിയാണ് കൂടുതൽ. ഓക്കെ, അതായത് നെഗറ്റീവ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ള മെറ്റൽ എല്ലാം ഓക്സിഡേഷൻ ഉള്ള ടെൻഡൻസി ആയിരിക്കും കൂടുതൽ. ഓക്സിഡേഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോൺസിനെ കൊടുക്കാനുള്ള ടെൻഡൻസി ആയിരിക്കും കൂടുതൽ. ഇനി ഹൈഡ്രജൻ കഴിഞ്ഞ് താഴേക്കുള്ള മെറ്റൽസിന് എങ്ങനെയായിരിക്കും? റിഡക്ഷൻ ഉള്ള ടെൻഡൻസി ആയിരിക്കും കൂടുതൽ. റിഡക്ഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ഈ ഒരു ഇലക്ട്രോകെമിക്കൽ സീരീസിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി. ഇതിൽ ഏതിനാണ് ഓക്സിഡേഷൻ ടെൻഡൻസി കൂടുതൽ, ഏതിലാണ് റിഡക്ഷൻ ടെൻഡൻസി കൂടുതൽ, അല്ലെങ്കിൽ ഏതിനാണ് റിയാക്ടിവിറ്റി കൂടുതൽ, ഏതിനാണ് റിയാക്ടിവിറ്റി കുറവ് എന്ന് നമുക്ക് ഈ ഒരു ഇലക്ട്രോകെമിക്കൽ സീരീസിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അടുത്തത് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ടു പ്രെഡിക്റ്റ് വെദർ എ ഗിവൺ മെറ്റൽ വിൽ ഡിസ്പ്ലേസ് അനദർ ഫ്രം ഇറ്റ്സ് സോൾട്ട് സൊല്യൂഷൻ. ഒരു മെറ്റൽ സൊല്യൂഷനിൽ നിന്ന് ആ മെറ്റലിനെ മാറ്റി വേറൊരു മെറ്റലിനെ അവിടെ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഈ ഒരു ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നമ്മുടെ ഇലക്ട്രോകെമിക്കൽ സീരീസ് വഴി കണ്ടുപിടിക്കാൻ പറ്റും. നമ്മുടെ ഇലക്ട്രോകെമിക്കൽ സീരീസിൽ ലോവർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ള എലമെന്റ്സിന് എപ്പോഴും ഹയർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ള എലമെന്റ്സിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ സിങ്ക് മെറ്റൽ, സിങ്കും കോപ്പറും നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എടുത്താൽ സിങ്കിനാണ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവെന്ന് നമുക്കറിയാം. അപ്പോൾ കോപ്പർ സൾഫേറ്റിന്റെ ഒരു സൊല്യൂഷൻ ഉണ്ട്, അതിനകത്തേക്ക് നമ്മൾ സിങ്കിനെ ഡെപ്പോസിറ്റ് ചെയ്യാണ്. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ആണ് ഓൾറെഡി ഉള്ളത്, അതിനകത്തേക്ക് നമ്മൾ സിങ്കിനെ ആഡ് ചെയ്താൽ സിങ്ക് എന്ത് ചെയ്യും? ഈ കോപ്പറിനെ മാറ്റിയിട്ട് അവിടെ സിങ്ക് കയറിയിരിക്കും, എന്നിട്ട് സിങ്ക് സൾഫേറ്റ് ആവും. അതായത് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറഞ്ഞ മെറ്റലിന് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടിയ മെറ്റലിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റും. സിങ്കിന് കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റും, മഗ്നീഷ്യത്തിന് സിങ്കിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റും. കാരണം മഗ്നീഷ്യം ഇലക്ട്രോകെമിക്കൽ സീരീസിൽ മുകളിലാണ്, അതായത് അതിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവാണ്. ഈ രീതിയിൽ ഒരു മെറ്റലിന് മറ്റൊന്നിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് ഈ ഇലക്ട്രോകെമിക്കൽ സീരീസിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അടുത്തത് സ്പോണ്ടേനിറ്റി ഓഫ് എ റിഡോക്സ് റിയാക്ഷൻ. ഒരു റിഡോക്സ് റിയാക്ഷൻ നടക്കോ ഇല്ലയോ അതിന്റെ സ്പോണ്ടേനിറ്റി നമുക്ക് EMF ഓഫ് സെല്ലിൽ നിന്ന് കണ്ടുപിടിക്കാം. EMF ഓഫ് സെല്ല് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഇലക്ട്രോകെമിക്കൽ സീരീസിൽ നിന്ന് കണ്ടുപിടിക്കാം. അതായത് ഈ സെൽ അല്ലെങ്കിൽ EMF ഓഫ് സെല്ല് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് E റൈറ്റ് മൈനസ് E ലെഫ്റ്റ്, അല്ലെങ്കിൽ ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ്. അപ്പോൾ ആനോഡ് ഏതാണ് കാഥോഡ് ഏതാണെന്ന് അറിഞ്ഞാൽ അതിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓൾറെഡി ഇലക്ട്രോകെമിക്കൽ സീരീസിലുണ്ട്, അത് വെച്ചിട്ട് നമുക്ക് EMF കണ്ടുപിടിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കോപ്പറും സിങ്കും നോക്കുമ്പോൾ ഏതായിരിക്കും ആനോഡ്? മുകളിലുള്ളത് അല്ലെങ്കിൽ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറഞ്ഞ ആളായിരിക്കും എപ്പോഴും ആനോഡ്. അപ്പോൾ സിങ്കും കോപ്പറും നോക്കുമ്പോൾ സിങ്ക് ആനോഡാണ്, കോപ്പർ കാഥോഡാണ്. അപ്പോൾ ഈ കേസിൽ കോപ്പറിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യലും സിങ്കിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യലും അറിയാമെങ്കിൽ നമുക്ക് ഈ സെൽ കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് ഈസ് ഈ കോപ്പർ മൈനസ് ഈ സിങ്ക്. അപ്പോൾ കോപ്പറിൻ്റെത് 0.34 ആണ്, സിങ്കിൻ്റെത് -0.76 ആണ്. അപ്പോൾ ഈ കോപ്പർ മൈനസ് 0.76, അതായത് സിങ്കിൻ്റെത് മൈനസ് ആയതുകൊണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ ഒരു 1 ആയിരിക്കും വരുന്നത്. അതായത് ഈ വാല്യൂ പോസിറ്റീവ് ആണ്, നമുക്ക് കിട്ടുന്ന ഈ സെല്ലിന്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ ആ റിഡോക്സ് റിയാക്ഷന് സ്പോണ്ടേനിറ്റി നമുക്ക് സ്പോണ്ടേനിയസ് ആണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു സെല്ലിന്റെ EMF എന്ന് പറയുന്നത് പോസിറ്റീവ് ആണെന്ന് പറയാൻ പറ്റും. ഈ സെൽ പോസിറ്റീവ് ആണെങ്കിൽ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണ്, അല്ലെങ്കിൽ ആ റിയാക്ഷൻ നടക്കും. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഈ ഇലക്ട്രോകെമിക്കൽ സീരീസ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ EMF ഓഫ് സെല്ല് കണ്ടുപിടിക്കാനും ഇലക്ട്രോകെമിക്കൽ സീരീസ് ഉപയോഗിക്കാം. അടുത്തത് പ്രെഡിക്റ്റിംഗ് ആനോഡ് ആൻഡ് കാഥോഡ്. നമ്മൾ ഈ പറഞ്ഞ പോലെ മേളിൽ ഇലക്ട്രോകെമിക്കൽ സീരീസിൽ മുകളിൽ വരുന്ന ആളായിരിക്കും ആനോഡ്, താഴെ വരുന്ന ആളായിരിക്കും കാഥോഡ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കോപ്പറും ഗോൾഡും ഉണ്ട്. ആരായിരിക്കും ആനോഡ്? കോപ്പർ ആയിരിക്കും ആനോഡ്, ഗോൾഡ് ആയിരിക്കും കാഥോഡ്. ഇത്തരത്തിൽ ഏത് മെറ്റൽ വേണമെങ്കിലും അതിന്റെ കൂടെ ഏത് വരുന്നു എന്നതനുസരിച്ച് ആനോഡ് കാഥോഡ് വ്യത്യാസപ്പെടാം. അതുപോലെ പ്രെഡിക്ഷൻ ഓഫ് റിലേറ്റീവ് ഓക്സിഡൈസിങ് ആൻഡ് റെഡ്യൂസിങ് ടെൻഡൻസി. ഓക്സിഡേഷൻ ടെൻഡൻസി കൂടുതൽ ആർക്കാണ് റിഡക്ഷൻ ഉള്ള ടെൻഡൻസി കൂടുതൽ, ഇതൊക്കെ നമുക്ക് ഇലക്ട്രോകെമിക്കൽ സീരീസിൽ നിന്ന് കണ്ടുപിടിക്കാം. അതുപോലെ കൊറോഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇലക്ട്രോകെമിക്കൽ സീരീസ് യൂസ് ചെയ്യാൻ പറ്റും. ആനോഡിക്, അതായത് മെറ്റൽ ഹയർ ഇൻ ദ സീരീസ് ആനോഡിക് ആണ്, അതായത് അവ കൂടുതൽ ആക്റ്റീവ് ആണ്, അതിന് കൊറോഷൻ സംഭവിക്കാൻ എളുപ്പമാണ്. അതായത് എപ്പോഴും ഇലക്ട്രോകെമിക്കൽ സീരീസിൽ മുകളിലുള്ളവർക്ക് കൊറോഷൻ സംഭവിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്. ഇതെല്ലാം നമ്മൾ ഇലക്ട്രോകെമിക്കൽ സീരീസിൽ നിന്ന് കണ്ടുപിടിക്കുന്നതാണ്. അപ്പോൾ ഇലക്ട്രോകെമിക്കൽ സീരീസ് എന്താണെന്നും അതിന്റെ ആപ്ലിക്കേഷനും മസ്റ്റ് ആയിട്ടും പഠിച്ചിരിക്കുക. അതുപോലെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അടുത്തത് റെഫറൻസ് ഇലക്ട്രോഡ്സ്. ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. റെഫറൻസ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത് ഒരു സ്റ്റേബിൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ സ്റ്റേബിൾ ആയിട്ടൊരു ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഇലക്ട്രോഡിനെയാണ് നമ്മൾ റെഫറൻസ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റേബിൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള ഇലക്ട്രോഡുകളുടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ പറ്റും. അതുമായിട്ട് കണക്ട് ചെയ്ത് ഇത്തരത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോഡുകളാണ് റെഫറൻസ് ഇലക്ട്രോഡുകൾ. റെഫറൻസ് ഇലക്ട്രോഡുകൾ 2 ടൈപ്പ് ഉണ്ട്. പ്രൈമറി റെഫറൻസ് ഇലക്ട്രോഡ് ഉണ്ട്, സെക്കൻഡറി റെഫറൻസ് ഇലക്ട്രോഡ് ഉണ്ട്. പ്രൈമറി റെഫറൻസ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ 0 ആയിട്ട് എടുക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്, അതിനൊരു എക്സാമ്പിൾ. ഹൈഡ്രജന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ 0 ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. അപ്പോൾ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ഇത്തരത്തിലുള്ള ഒരു പ്രൈമറി റെഫറൻസ് ഇലക്ട്രോഡിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിന്റെ കൺസ്ട്രക്ഷൻ ഇതൊരു പ്രൈമറി റെഫറൻസ് ഇലക്ട്രോഡ് ആണ്. പ്ലാറ്റിനം പ്ലേറ്റ് കോട്ടഡ് വിത്ത് പ്ലാറ്റിനം ബ്ലാക്ക് കണക്റ്റഡ് ടു പ്ലാറ്റിനം വയർ വിച്ച് ഈസ് സീൽഡ് ഇൻ ഗ്ലാസ് ജാക്കറ്റ്.
ഗ്ലാസ് ജാക്കറ്റിൽ ഹൈഡ്രജൻ ഗ്യാസിന്റെ ഒരു ഇൻലെറ്റ് ഉണ്ട്. ദെൻ അത് 1 മോളാർ HCl സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പോൾ ഇത് ഇലക്ട്രോലൈറ്റ് ആയിട്ടുള്ളത് 1 മോളാർ HCl സൊല്യൂഷൻ ആണ്. ഒരു പ്ലാറ്റിനം ഫോയിൽ ഉണ്ട്, അത് പ്ലാറ്റിനം കോട്ടഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റിനം വയറിൽ ഇങ്ങനെ അത് കണക്ട് ചെയ്തിരിക്കുകയാണ്. ദെൻ അതിനകത്തേക്ക് ഈ ഒരു ഗ്ലാസ് ജാക്കറ്റിനകത്തേക്ക് ഹൈഡ്രജൻ ഗ്യാസ് കടത്തിവിടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡാണ്, അവിടെ ഹൈഡ്രജൻ ഉണ്ടാവും നമുക്കറിയാം. അതുപോലെ തന്നെ സൊല്യൂഷൻ HCl സൊല്യൂഷൻ ആണ് ഉള്ളത്. ദെൻ പ്ലാറ്റിനം ഫോയിലും ഇവിടെ ഉണ്ട്, പ്ലാറ്റിനം വയറുകളും ഉണ്ട്. ഇനി വർക്കിംഗ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് റിവേഴ്സിബിൾ ഇലക്ട്രോഡാണ്. അതായത് ഈ ഇലക്ട്രോഡ് ഏത് മറ്റ് കണക്ട് ചെയ്തിരിക്കുന്ന ഇലക്ട്രോഡ് ഏതാണെന്നുള്ളത് അനുസരിച്ച് അത് ചിലപ്പോൾ ആനോഡ് ആവാം, ചിലപ്പോൾ കാഥോഡ് ആവാം. അപ്പോൾ നമുക്ക് ഇലക്ട്രോ കെമിക്കൽ സീരീസ് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും, ഹൈഡ്രജന്റെ മേളിൽ വരുന്ന ഏതെങ്കിലും ഇലക്ട്രോഡുകളുമായിട്ടാണ് ഇത് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ഹൈഡ്രജൻ എന്തായിട്ട് പ്രവർത്തിക്കും? കാഥോഡായിട്ട് പ്രവർത്തിക്കും. ഹൈഡ്രജൻ താഴെയാണല്ലോ അല്ലേ. ഇനി ഹൈഡ്രജനും കോപ്പറോ, ഹൈഡ്രജൻ മെർക്കുറി, ഹൈഡ്രജൻ സിൽവർ, ഹൈഡ്രജൻ ഗോൾഡ് ഇത് ഏതെങ്കിലും ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നെങ്കിലോ ഹൈഡ്രജൻ മേളിലാണ് അല്ലേ, അപ്പോൾ അത് ആനോഡായിട്ട് പ്രവർത്തിക്കും. ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ താഴെ വരുന്നോ മേളിൽ വരുന്നോ എന്നതനുസരിച്ചായിരിക്കും ഹൈഡ്രജൻ ഇലക്ട്രോഡ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ആനോഡായിട്ട് പ്രവർത്തിക്കുമോ കാഥോഡായിട്ട് പ്രവർത്തിക്കുമോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുന്നത്. ഓക്കെ, ഇനി ഹൈഡ്രജൻ ഇലക്ട്രോഡ് ആനോഡായിട്ടാണ് പ്രവർത്തിക്കുന്നെങ്കിലോ, അതായത് ഹൈഡ്രജന്റെ താഴെയുള്ള ഏതെങ്കിലും മെറ്റൽസുമായിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിലോ അതിന് നടക്കുന്ന റിയാക്ഷൻ അല്ലെങ്കിൽ അതിന്റെ റെപ്രസെന്റേഷൻ ഇങ്ങനെ ആയിരിക്കും, പ്ലാറ്റിനം H2 H+. ഇനി കാഥോഡായിട്ടാണ് പ്രവർത്തിക്കുന്നെങ്കിൽ നേരെ തിരിച്ച് H+ H2 PT. ഇനി നടക്കുന്ന റിയാക്ഷൻ, കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ ഇപ്പോഴും റിഡക്ഷൻ ആണെന്ന് നമുക്കറിയാം. അതായത് H+ 2 ഇലക്ട്രോണുമായിട്ട് ചേർന്ന് H2 ആയിട്ട് മാറുന്നു. ആനോഡിൽ നടക്കുന്നത് ഓക്സിഡേഷൻ ആണ്. H2 gives 2H++ 2 ഇലക്ട്രോൺ. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചെഴുതിയാൽ മതി. ഈ ഒരു റിയാക്ഷൻ ഓർത്തിരിക്കുക. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിന്റെ കൺസ്ട്രക്ഷൻ പ്ലാറ്റിനം ഉണ്ട്, 1 മോളാർ HCl ഉണ്ട്, ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടെന്ന് നമ്മൾ കണ്ടു. ഫിഗർ ഒന്ന് ഓർത്തിരിക്കാൻ പറ്റുവാണെങ്കിൽ നമുക്കത് വരച്ചാൽ കുറച്ചുകൂടി നല്ലതാണ്. അതുപോലെ ഇതൊക്കെ അതിനകത്ത് നടക്കുന്ന റിയാക്ഷൻ എന്നുള്ളത് കൂടി ഒന്ന് ഓർത്തിരിക്കുക. ഇതിലേതെങ്കിലും ഒരു റിയാക്ഷൻ പഠിച്ചാൽ മതി. അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ആനോഡിൽ നടക്കുന്നത്. ആനോഡിൽ എപ്പോഴും ഓക്സിഡേഷൻ ആയിരിക്കും, അതായത് ഇലക്ട്രോൺ പുറത്തേക്ക് കൊടുക്കുകയായിരിക്കും ചെയ്യുന്നത്. ഇനി സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിന്റെ വർക്കിംഗ് എങ്ങനെയാണ്? ഇത് മറ്റൊരു ഇലക്ട്രോഡുമായിട്ട് കണക്ട് ചെയ്തിട്ട് ആ ഇലക്ട്രോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുന്നതെന്നാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ സിങ്ക് റോഡാണ് എടുക്കുന്നത്, സിങ്ക് ഇലക്ട്രോഡ്. സിങ്ക് റോഡ് സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത് നമ്മൾ എടുക്കുന്നു. ദെൻ അത് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡുമായിട്ട് കണക്ട് ചെയ്യുന്നു. അപ്പോൾ സിങ്കും ഹൈഡ്രജനും നോക്കുമ്പോൾ സിങ്ക് ആണ് ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ മുകളിലുള്ളത്. ഓക്കെ, ഹൈഡ്രജൻ താഴെയാണ്. അപ്പോൾ സിങ്ക് ആനോഡായിട്ട് പ്രവർത്തിക്കുന്നു, ഹൈഡ്രജൻ ഇലക്ട്രോഡ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് കാഥോഡായിട്ട് പ്രവർത്തിക്കുന്നു. ഇനി നമ്മൾ ഇത് രണ്ടും കൂടി കണക്ട് ചെയ്യാണ്. സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു. ദെൻ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ഇതുമായിട്ടൊരു ഡിജിറ്റൽ വോൾട്ട്മീറ്റർ ഉപയോഗിച്ച് കണക്ട് ചെയ്യുന്നു. ദെൻ ഒരു സോൾട്ട് ബ്രിഡ്ജ്, 2 സൊല്യൂഷൻസ് തമ്മിൽ ഇട്ടിട്ടുണ്ട്, ഇലക്ട്രോലൈറ്റ് തമ്മിൽ. ദെൻ നമുക്ക് അപ്പോൾ സിങ്ക് ആനോഡായിട്ടാണ് പ്രവർത്തിക്കുന്നത്. സിങ്കിൽ നടക്കുന്ന റിയാക്ഷൻ എന്തായിരിക്കും? സിങ്ക് ഗീവ്സ് സിങ്ക് 2++ 2 ഇലക്ട്രോൺ. കാഥോഡിൽ നടക്കുന്ന എന്തായിരിക്കും? H++ 1 ഇലക്ട്രോൺ ഗീവ്സ് H2. അപ്പോൾ ഈ റിയാക്ഷൻസ് നടക്കുന്നു. ദെൻ ഈ സെൽ എന്ന് പറയുന്നത് ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ് ആണെന്ന് നമുക്കറിയാം. ഇവിടെ കാഥോഡായിട്ട് പ്രവർത്തിക്കുന്ന സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ആണ്, ആനോഡായിട്ട് പ്രവർത്തിക്കുന്നത് സിങ്ക് ആണ്. ഈ സെല്ലിൽ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 0.76 വോൾട്ട് ആയിരിക്കും. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിന്റെ E0 എന്ന് പറയുന്നത് 0 ആണ്. പിന്നെ സിങ്കിൻ്റേത് മാത്രമേ നമുക്ക് കണ്ടുപിടിക്കേണ്ടതുള്ളൂ. അങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ E0 സിങ്ക് എന്ന് പറയുന്നത് -0.76 ആണെന്ന് കിട്ടും. ഈ രീതിയിൽ നമുക്ക് സെൽ പൊട്ടൻഷ്യൽ അറിയാത്ത ഒരു ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അറിയാത്ത ഒരു ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഈ ഒരു രീതിയിൽ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ഉപയോഗിക്കാൻ പറ്റും. ഇനി സിങ്കിന് പകരം കോപ്പർ ആണെങ്കിലോ കോപ്പർ ഡിപ്ഡ് ഇൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഡിജിറ്റൽ വോൾട്ട് മീറ്ററും എല്ലാം കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ വോൾട്ട് മീറ്ററിൽ നമുക്ക് റീഡിങ് കിട്ടും. ആ കിട്ടുന്ന റീഡിംഗ് എന്ന് പറയുന്നത് കോപ്പറിന്റെയും സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡും തമ്മിൽ ഉള്ള ആ ഒരു സെല്ലിന്റെ EMF ആയിരിക്കും. സെൽ EMFന്റെ ഇക്വേഷൻ നമുക്കറിയാം. ഈ സെൽ ഈസ് ഈക്വൽ ടു ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ് ആണ്. അതിനകത്തുള്ള ഒരെണ്ണത്തിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ 0 ആണ്. ഓൾറെഡി സെൽ പൊട്ടൻഷ്യൽ കിട്ടിക്കഴിഞ്ഞാൽ മറ്റേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഈ രീതിയിലാണ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ഉപയോഗിച്ച് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അറിയാത്ത ഒരു ഇലക്ട്രോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. പിന്നെ ഇത് സെറ്റപ്പ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പ്ലാറ്റിനം ഫോയിലിന്റെ പോയിസണിങ് ഉണ്ടാവും, അതൊക്കെ കൊണ്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുമുണ്ട്. ഇനി സെക്കൻഡറി റെഫറൻസ്, പ്രൈമറി റെഫറൻസ് ഇലക്ട്രോഡ് ആണ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്, അതായത് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ 0 ആണ്. ഇനി സെക്കൻഡറി റെഫറൻസ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് പൊട്ടൻഷ്യൽ ഉള്ളതാണ്. അതിന്റെ പൊട്ടൻഷ്യൽ നമുക്ക് ഓൾറെഡി അറിയാം, പക്ഷെ അത് 0 അല്ല. അപ്പോൾ ഇത്തരത്തിലുള്ളതാണ് സെക്കൻഡറി റെഫറൻസ് ഇലക്ട്രോഡ്. അതിന് എക്സാമ്പിൾ ആണ് സ്റ്റാൻഡേർഡ് കലോമൽ ഇലക്ട്രോഡ്. ഓക്കെ, ഈ സ്റ്റാൻഡേർഡ് കലോമൽ ഇലക്ട്രോഡ് ഉപയോഗിച്ചും സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് പോലെ തന്നെ നമുക്ക് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിന്റെ കൺസ്ട്രക്ഷൻ ഇതാണ് കൊടുത്തിരിക്കുന്നത്. പൊട്ടാസ്യം ക്ലോറൈഡ് ആണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇലക്ട്രോലൈറ്റ്. ദെൻ
സിൽവർ ക്ലോറൈഡ്, മെർക്കുറി. ഓക്കെ, കലോമലാണ്, അതായത് മെർക്കുറി ക്ലോറൈഡും ആണ് ഇവിടെ ഉള്ളത്. ഇത് മെർക്കുറി ആണ്. മെർക്കുറി ക്ലോറൈഡ് കോട്ട് ചെയ്തിരിക്കുന്ന ഒരു വയറുണ്ട്. മെർക്കുറി ക്ലോറൈഡ് കോട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ഇവിടെ ഒരു പ്ലാറ്റിനം വയറുണ്ട്. ഇതിനകത്തേക്ക് സോൾട്ട് ബ്രിഡ്ജ് കണക്ട് ചെയ്തിരിക്കുന്നു. 2 ഓപ്പണിങ്സ് ഉണ്ട്. അങ്ങനെ ഒന്നാണ് കലോമൽ ഇലക്ട്രോഡ്. ഓക്കെ, അപ്പോൾ മെർക്കുറി കവേർഡ് വിത്ത് പേസ്റ്റ് ഓഫ് മെർക്കുറി ക്ലോറൈഡ് ഉണ്ട്. 1 നോർമൽ അല്ലെങ്കിൽ 0.1 നോർമൽ സാച്ചുറേറ്റഡ് പൊട്ടാസ്യം ക്ലോറൈഡ് ഉണ്ട്. ഗ്ലാസ് ട്യൂബിനും അത് മെർക്കുറി ഉണ്ട്. ദെൻ ഇത് കണക്ട് ചെയ്തിരിക്കുന്നു. ദെൻ നടക്കുന്ന റിയാക്ഷൻസ്, ഓക്സിഡേഷൻ ആണെങ്കിൽ കുറച്ച് 2 റിയാക്ഷൻസ് ഉണ്ട്. ഓവറോൾ ഓക്സിഡേഷൻ ആണെങ്കിൽ നടക്കുന്നത് മെർക്കുറിയും ക്ലോറിനും കൂടി ചേർന്ന് മെർക്കുറി ക്ലോറൈഡും 2 ഇലക്ട്രോണും ഉണ്ടാവുന്നു. റിഡക്ഷൻ ആണ് നേരെ തിരിഞ്ഞു വരും. ഇനി കലോമൽ ഇലക്ട്രോഡിന് റിഡക്ഷൻ ആണ് നടക്കുന്നതെങ്കിൽ ഈ റിയാക്ഷൻ തിരിഞ്ഞു വരും. മെർക്കുറി ക്ലോറൈഡും 2 ഇലക്ട്രോണും കൂടി ചേർന്ന് മെർക്കുറിയും ക്ലോറിനും ഉണ്ടാവുന്നു. ഈ റിയാക്ഷൻ പറ്റുമെങ്കിൽ ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് കലോമൽ ഇലക്ട്രോഡിൽ നടക്കുന്ന ആ ഒരു റിയാക്ഷൻ. ഓക്കെ, ഇത് കുഴപ്പമില്ല. ദെൻ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കലോമൽ ഇലക്ട്രോഡ് ഉപയോഗിച്ച് എങ്ങനെ കണ്ടുപിടിക്കും? മുമ്പേ സിങ്കിന്റെ ചെയ്ത പോലെ തന്നെ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്തതും കലോമൽ ഇലക്ട്രോഡ് തമ്മിൽ കണക്ട് ചെയ്യുന്നു. സോൾട്ട് ബ്രിഡ്ജ് വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഡിജിറ്റൽ വോൾട്ടിമീറ്റർ ഉണ്ട്. അപ്പോൾ ഇവിടെ കിട്ടുന്ന ഈ സെൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ് ആയിരിക്കും. അപ്പോൾ കലോമൽ ഇലക്ട്രോഡും സിങ്കും കൂടി കണക്ട് ചെയ്താൽ ആരായിരിക്കും കാഥോഡ്, ആരായിരിക്കും ആനോഡ്? കലോമൽ എന്ന് പറയുന്നത് മെർക്കുറിയാണ് നമുക്കറിയാം. സിങ്ക് ഉണ്ട്. മെർക്കുറി അങ്ങ് താഴെ വരുന്ന ഒരാളാണ്. അപ്പോൾ ആനോഡായിട്ട് പ്രവർത്തിക്കുന്നത് സിങ്ക് ആയിരിക്കും. കാഥോഡ് ആയിട്ട് പ്രവർത്തിക്കുന്നത് നമ്മുടെ കലോമൽ ഇലക്ട്രോഡും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ കാഥോഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ കലോമൽ ആയിരിക്കും. ഈ കലോമൽ മൈനസ് ഈ സിങ്ക് ആയിരിക്കും ഈ സെല്ലായിട്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി ഈ കലോമൽ എന്ന് പറയുന്നത് 0.2422 ആണ്. ഇത് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിന്റെ 0 ആയതുപോലെ ഈ കലോമൽ 0.2422 ആയിരിക്കും. ഇനി ഈ സെല്ല് നമുക്ക് ഓൾറെഡി ഡിജിറ്റൽ വോൾട്ട്മീറ്ററിൽ നിന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ സിങ്ക് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. ഈ രീതിയിൽ സിങ്കിന്റെ അല്ലെങ്കിൽ ഗിവൺ ഇലക്ട്രോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, അൺനോൺ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാൻഡേർഡ് കലോമൽ ഇലക്ട്രോഡും അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് കലോമൽ ഇലക്ട്രോഡും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആപ്ലിക്കേഷൻസ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാം. pH ഓഫ് അൺനോൺ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി കലോമൽ ഇലക്ട്രോഡാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. പിന്നെ മെർക്കുറിയുടെ ടോക്സിക് നേച്ചർ ഒക്കെ ഇത് കുറച്ചൊരു പ്രശ്നമാണ്. അടുത്തത് ഗ്ലാസ് ഇലക്ട്രോഡാണ്. ഇത് ഇമ്പോർട്ടൻറ്റ്. ഈ 3 ഇലക്ട്രോഡുകളിൽ ഏതെങ്കിലും ഒന്ന് മസ്റ്റായിട്ടും എക്സാമിന് ചോദിക്കാറുള്ളതാണ്. ഇപ്പോൾ ഗ്ലാസ് ഇലക്ട്രോഡ് pH മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളത് ഈ ഗ്ലാസ് ഇലക്ട്രോഡാണ്. ഓക്കെ, അപ്പോൾ ഗ്ലാസ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത് ഒരു സെക്കൻഡറി റെഫറൻസ് ഇലക്ട്രോഡ് തന്നെയാണ്. കോൺസ്റ്റന്റ് ആൻഡ് റീപ്രൊഡ്യൂസിബിൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതൊരു അയോൺ സെലക്റ്റീവ് ഇലക്ട്രോഡ് ആണ്. pH മെഷർമെന്റിന് യൂസ് ചെയ്യുന്നുണ്ട്. അയോൺ സെലക്റ്റീവ് എന്ന് പറയുമ്പോൾ ഏത് അയോണിനാണോ അത് സെലക്റ്റീവ് ആയിട്ടുള്ളത് ആ അയോണിന്റെ കോൺസെൻട്രേഷൻ മാറുന്നതിനനുസരിച്ച് നമ്മുടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വ്യത്യാസം വരും. ഓക്കെ, pH മെഷർമെന്റിന് വേണ്ടി ഇത് ഉപയോഗിക്കുന്നുണ്ട്. pH എന്ന് പറയുന്നത് തന്നെ കോൺസെൻട്രേഷൻ ഓഫ് H+ റിലേറ്റഡ് ആണ്. അപ്പോൾ pH മെഷർമെന്റിന് ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഏത് അയോണിനായിരിക്കും സെലക്റ്റീവ് ആയിട്ടുള്ളത്? ഹൈഡ്രജൻ അയോണിന് സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇലക്ട്രോഡാണ് നമ്മുടെ ഗ്ലാസ് ഇലക്ട്രോഡ്. ഇതാണ് അതിന്റെ ഒരു കൺസ്ട്രക്ഷൻ. ഗ്ലാസ്, പ്രത്യേക തരം ഗ്ലാസ് കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. സിൽവർ ക്ലോറൈഡ് കവേർഡ് വിത്ത് സിൽവർ വയർ ഉണ്ട്. ദെൻ സിൽവർ ക്ലോറൈഡ് ഇലക്ട്രോഡ്, ഇതൊക്കെയാണുള്ളത്. കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഗ്ലാസ് ആണ്. ലോങ് ഗ്ലാസ് ട്യൂബ് ഉണ്ട്. അതിനകത്ത് 0.1 മോളർ HCl ആണുള്ളത്. പ്ലാറ്റിനം വയർ അല്ലെങ്കിൽ സിൽവർ വയർ ഉണ്ട്. കോട്ടഡ് വിത്ത് ലെയർ ഓഫ് സിൽവർ ക്ലോറൈഡ് ഉണ്ട് ഇലക്ട്രിക്കൽ കോൺടാക്റ്റിന് വേണ്ടി. ദെൻ ഇലക്ട്രോഡ് റെപ്രസെൻറ്റേഷൻ ഇങ്ങനെയാണ്. പ്ലാറ്റിനം 0.1 മോളർ HCl, ഗ്ലാസ്, ടെസ്റ്റ് ഹൈഡ്രജൻ പ്ലസ് സൊല്യൂഷൻ. ഇനി ഈ ഗ്ലാസ് എന്ന് പറയുന്നത് അതിന്റെ ഇക്വേഷൻ ഒന്ന് ഓർത്തിരിക്കുക. ഈ ഗ്ലാസ് ഈസ് ഈക്വൽ ടു നമ്മുടെ നെക്സ്റ്റ് ഇക്വേഷൻ അനുസരിച്ച് Eg ഈസ് ഈക്വൽ ടു Eg0 മൈനസ് 0.0591 ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H+ എന്നായിരുന്നു. pH എന്ന് പറയുന്നത് മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H+ ആണ്. ഓക്കെ, മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H+ ആണ് pH. അതുകൊണ്ട് ഈ മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H+നെ നമ്മൾ pH വെച്ച് റീപ്ലേസ് ചെയ്തു. അപ്പോൾ Eg ഈസ് ഈക്വൽ ടു Eg0 മൈനസ് 0.0591 pH എന്ന് കിട്ടി. ഇതാണ് ഗ്ലാസ് ഇലക്ട്രോഡിന്റെ ഇക്വേഷൻ. ഇനി നമ്മൾ ഇതൊരു അൺനോൺ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഇതിനെ ഒരു കലോമൽ ഇലക്ട്രോഡുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഓക്കെ, കലോമൽ ഇലക്ട്രോഡുമായിട്ട് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിന്റെ pH കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ കലോമൽ ഇലക്ട്രോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമുക്ക് ഓൾറെഡി അറിയാം. അത് വെച്ചിട്ട് ഗ്ലാസ് ഇലക്ട്രോഡുമായിട്ട് കണക്ട് ചെയ്താൽ അൺനോൺ pH നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ദെൻ ഗ്ലാസ് ഇലക്ട്രോഡ് വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഗ്ലാസ് മെംബ്രെയിൻ്റെ സർഫസിന്റെ ആ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടല്ലോ, സർഫസ് ഓഫ് ഗ്ലാസ് മെംബ്രെയിൻ ആൻഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു ലീനിയർ ഫംഗ്ഷൻ ഓഫ് pH ആയിരിക്കും. അതായത് കോൺസെൻട്രേഷൻ ഓഫ് H+ മാറുന്നതിനനുസരിച്ച് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ഗ്ലാസ് ഇലക്ട്രോഡ് മാറുന്നു. അത്ര ഓർത്തിരുന്നാൽ മതി. ഗ്ലാസ് ഇലക്ട്രോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് H+ മാറുന്നതിനനുസരിച്ച് മാറുന്നു. അപ്പോൾ ഡിഫറെന്റ് കോൺസെൻട്രേഷനിലുള്ള
സൊല്യൂഷനകത്ത് നമ്മൾ ഈ ഗ്ലാസ് ഇലക്ട്രോഡ് ഇടുന്നതിനനുസരിച്ച് അതിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മാറും. അതിൽ നിന്ന് നമുക്ക് pH കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇക്വേഷൻ ഓർത്തിരിക്കുക, Eg is equal to E0G minus 0.0591 pH. ഇനി ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് pH കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണ്? ഏതെങ്കിലും ഒരു സൊല്യൂഷൻ നമുക്ക് തന്നിരിക്കുക, ഒരു HCl-ന്റെ ഒരു സൊല്യൂഷൻ തന്നിട്ടുണ്ട്, അതിന്റെ കോൺസെൻട്രേഷൻ pH നമുക്കറിയില്ല. അപ്പോൾ pH കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആസിഡ്, ഏതാണെന്ന് പറയുന്നില്ല, ആ ഒരു ആസിഡിന്റെ pH നമുക്ക് കണ്ടുപിടിക്കണം. അതിന് വേണ്ടി നമുക്ക് ഗ്ലാസ് ഇലക്ട്രോഡ് ഉപയോഗിച്ച് എളുപ്പത്തിൽ pH കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുക? അൺനോൺ സൊല്യൂഷൻ നമ്മൾ ഒരു ബീക്കറിൽ എടുക്കുന്നു, ഗ്ലാസ് ഇലക്ട്രോഡ് അതിൽ മുക്കി വെക്കുന്നു. ഓക്കെ, അൺനോൺ സൊല്യൂഷൻ എടുത്തു, ഗ്ലാസ് ഇലക്ട്രോഡ് അതിൽ മുക്കി വെച്ചിരിക്കുന്നു. ദെൻ അതൊരു സാച്ചുറേറ്റഡ് കലോമൽ ഇലക്ട്രോഡുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുക. നമ്മുടെ അൺനോൺ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സെക്കൻഡറി റെഫറൻസ് ഇലക്ട്രോഡ് ആയിട്ടുള്ള സാച്ചുറേറ്റഡ് കലോമൽ ഇലക്ട്രോഡുമായിട്ട് ഇത് കണക്ട് ചെയ്യുന്നു. ദെൻ EMF മെഷർ ചെയ്യുന്നു. ഓക്കെ, കിട്ടുന്ന EMF എന്തിൻ്റെ ഒക്കെ ഇതായിരിക്കും, ഏതൊക്കെ സെല്ലുകളുടെ കണക്ഷൻ വഴി ഉണ്ടാവുന്നതായിരിക്കും? ഗ്ലാസ് ഇലക്ട്രോഡ്, അതുപോലെ തന്നെ സാച്ചുറേറ്റഡ് കലോമൽ ഇലക്ട്രോഡ്. കലോമൽ ഇലക്ട്രോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമുക്ക് ഓൾറെഡി അറിയാം. ദെൻ ഗ്ലാസ് ഇലക്ട്രോഡിനെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാം, Eg is equal to E0G minus 0.0591 pH. അപ്പോൾ ഈ ഗ്ലാസ് ആണ് ഇവിടെ എന്തായിട്ട് പ്രവർത്തിക്കുന്നത്? നമ്മുടെ കാഥോഡായിട്ട് പ്രവർത്തിക്കുന്നത്. കലോമൽ ഇലക്ട്രോഡ് ആനോഡായിട്ട് പ്രവർത്തിക്കുന്നു. സോ ഇ സെൽ ഈസ് ഈക്വൽ ടു ഇ ഗ്ലാസ് മൈനസ് ഇ കലോമൽ. നമ്മൾ ഇക്വേഷൻ എഴുതുന്നു. ഇക്വേഷനകത്തെല്ലാം സോൾവ് ചെയ്ത് pH മാത്രം ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് ഇങ്ങനെയായിരിക്കും ഇക്വേഷൻ കിട്ടുക. pH ഈസ് ഈക്വൽ ടു ഇ സെൽ പ്ലസ് E0G മൈനസ് 0.2422 ഡിവൈഡഡ് ബൈ 0.0591. അപ്പോൾ ഈ സെല്ല് നമുക്ക് ഡയറക്ട്ലി കണ്ടുപിടിക്കാൻ പറ്റും വോൾട്ട് മീറ്ററിൽ നിന്ന്. അങ്ങനെ നമുക്ക് ഒരു അൺനോൺ സൊല്യൂഷന്റെ pH കണ്ടുപിടിക്കാനും ഗ്ലാസ് ഇലക്ട്രോഡും കലോമൽ ഇലക്ട്രോഡും ഉപയോഗിച്ച് എളുപ്പത്തിൽ പറ്റും. അപ്പോൾ ഈ ഒരു ഫിഗർ, ആ ഒരു പ്രൊസീജിയർ ഓർത്തിരിക്കുക. ഇക്വേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ മൊഡ്യൂളിൽ ഫസ്റ്റ് പാർട്ടിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞ ഒന്ന് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. അതുപോലെ ഇലക്ട്രോ കെമിക്കൽ സീരീസ്, ആപ്ലിക്കേഷൻസ്, ദെൻ റെഫറൻസ് ഇലക്ട്രോഡുകളാണ് 3 അത് 3 ഇക്വേഷൻ സഹിതം എഴുതി പഠിച്ചാൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് മസ്റ്റ് ആയിട്ട് വരും. ഗ്ലാസ് ഇലക്ട്രോഡ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അൺനോൺ pH കണ്ടുപിടിക്കാൻ എങ്ങനെയാണ് ഗ്ലാസ് ഇലക്ട്രോഡ് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. അതുകൂടാതെ റെഫറൻസ് ഇലക്ട്രോഡുകളിൽ വരുന്ന സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്, സാച്ചുറേറ്റഡ് കലോമൽ ഇലക്ട്രോഡ്, ഇത്രയാണ് ഇതിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്.